ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മിസ്റ്റർ പ്രിൻസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ലോക്കിനെ കുറിച്ചും ലോക്കിയുടെ ഡെവിൽ ഫ്രൂട്ട് പവറിനെ കുറിച്ചും ഇനിയിപ്പോൾ സ്റ്റോറിയിൽ നടക്കാൻ ചാൻസ് ഉള്ള കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതറിയാൻ താല്പര്യമുള്ള ഒരു വീഡിയോ മുഴുവനായിട്ട് കാണുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ പലരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പോകാറുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പെട്ടെന്ന് തന്നെ 10K അടിക്കാൻ ഒന്ന് സഹായിക്കുക. അപ്പോൾ ഞാനധികം പറഞ്ഞു വെറുപ്പിക്കുന്നില്ല, നമുക്ക് നേരിട്ടങ്ങ് വീഡിയോയിലേക്ക് പോയേക്കാം. നമ്മൾ വിചാരിച്ചിരുന്നത് നമ്മുടെ ലോക്കിയുടെ ഡെവിൽ ഫ്രൂട്ടിനൊരു പവറുണ്ട്, അത്ര മാത്രമായിരിക്കും. അതുപോലെ തന്നെ ആ പവർ നമ്മുടെ ലോക്കി തൻ്റെ റാഗ്നീർ എന്ന് പറയുന്ന വെപ്പണിലേക്ക് ചാനൽ ചെയ്യുന്നതായിരിക്കും. അങ്ങനെയൊക്കെ ആയിരുന്നു നമ്മൾ വിചാരിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ പുതിയതായിട്ട് ഇറങ്ങിയിട്ടുള്ള ചാപ്റ്ററുകളിൽ നമ്മൾ കണ്ടത് അങ്ങനെയൊന്നുമല്ല. നമ്മുടെ റാഗ്നീറിന് ഒരു ഡെവിൽ ഫ്രൂട്ട് പവർ ഉണ്ട്, അതുപോലെ തന്നെ ലോക്കിക്ക് വേറൊരു ഡെവിൽ ഫ്രൂട്ട് പവറും ഉണ്ട്. ലോക്കിയുടെ ഡെവിൽ ഫ്രൂട്ട് പവർ എന്താണെന്ന് ഇതുവരെ റിവീൽ ചെയ്തിട്ടില്ലെങ്കിലും അതിൻ്റെ ഒരു സിലോവത്ത് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ സിലോവത്ത് നമ്മൾ കൃത്യമായിട്ട് നോക്കുകയാണെങ്കിൽ ഇതിനു മുമ്പ് നമ്മുടെ കാണിച്ചിട്ട് എൽബാഫിലെ ട്രീയിൽ കാണിച്ചിട്ടുള്ള ആ പെയിൻറ്റിങ്ങില്ലേ, അതിൽ കാണിച്ചിട്ടുള്ള ഒരു വലിയ ക്രീച്ചറുമായിട്ട് ഈ സിലോവത്ത് മാച്ച് ആവുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ചില തിയറിയിലൊക്കെ പറയുന്നത് കണ്ടിട്ടുണ്ട് നമ്മുടെ ലോക്കിയുടെ ഡെവിൽ ഫ്രൂട്ടിൻ്റെ പവർ നമ്മുടെ നോർസ് മിത്തോളജി നിർത്തിയിട്ടുള്ള ഫെൻറിൻ എന്ന് പറയുന്ന ഒരു വൂൾഫിൻ്റെ പവറാണെന്ന്. ചിലരൊക്കെ ഒരു ഡ്രാഗനായിട്ട് കമ്പയർ ചെയ്യുന്നതും കാണാൻ കഴിയും. ഇനിയിപ്പോൾ ഇതിൽ ഏതാണ് സത്യം എന്ന് പറയാൻ പറ്റില്ല. ആ ഡ്രാഗൻ്റെ പേരും എന്നോട് മറന്നുപോയി. എന്തായാലും നമ്മുടെ ലോക്കിയുടെ സിലോവത്ത് വെച്ച് നോക്കുമ്പോൾ ഇതിൽ ഏതെങ്കിലും രണ്ടിലൊന്നാവാൻ നല്ല ചാൻസ് ഉണ്ട്. പിന്നെ നമ്മൾ റഗ്നീറിനെ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഈ റഗ്നീറിൻ്റെ ഡെവിൽ ഫ്രൂട്ട് പവർ ഒരു സ്ക്യൂറലിൻ്റെ പവർ ഉണ്ട്. ഒരു പക്ഷേ റഗ്നീർ നമ്മുടെ ഈ സ്ക്യൂറലിൻ്റെ ഡെവിൽ ഫ്രൂട്ട് കഴിച്ചതായിരിക്കും, അല്ലെങ്കിൽ ഈ സ്ക്യൂറലിൽ നമ്മുടെ റഗ്നീറിൻ്റെ പവേഴ്സ് കിട്ടുന്ന ഒരു ഡെവിൽ ഫ്രൂട്ട് കഴിച്ചിട്ടുണ്ടാവുക. എന്താണ് സംഭവിച്ചതെന്ന് ഇതുവരെ റിവീൽ ചെയ്തിട്ടില്ല. എന്തായാലും റഗ്നീറിന് നല്ല രീതിയിലുള്ള പവർ ഉണ്ട്. ചിലപ്പോൾ നമ്മുടെ റഗ്നീർ വർക്ക് ചെയ്യുന്നത് ഒരു പക്ഷേ സീ പ്രിസൺ സ്റ്റോൺ പോലെ ആവാൻ ചാൻസ് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ കാണിച്ച് റഗ്നീർ വെച്ച് നമ്മുടെ കിങ് ഹെറൾഡിനെ അറ്റാക്ക് ചെയ്തപ്പോൾ ഇമൂസാമയുടെ കൺട്രോളിൽ നിന്ന് നമ്മുടെ ഹെറൾഡിന് കുറച്ച് സമയത്തേക്ക് ഫ്രീ ആകുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അതുമാത്രമല്ല നമ്മുടെ ലോക്കി തൻ്റെ ആദ്യത്തെ ഹാമർ വെച്ച് നമ്മളെ റഗ്നീറിനെ അറ്റാക്ക് ചെയ്തപ്പോൾ ലോക്കി ആ ഹാമർ കോങ്കർ ഹാക്കി വെച്ച് കോട്ട് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെയുള്ള ഈ ഒരു ഹാമർ റഗ്നീറിൻ്റെ ഒരു അറ്റാക്കോട് കൂടി പൊട്ടിച്ചെതറുന്നതായിട്ടും അവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഒരു പക്ഷേ നമ്മുടെ റഗ്നീറിന് മറ്റുള്ള ഡെവിൽ ഫ്രൂട്ട് പവേഴ്സും അതുപോലെ തന്നെ ഹാക്കിയൊക്കെ ഇല്ലാതാക്കാനുള്ള പവർ ഉണ്ടായിരിക്കും. ഇത് വെറും തിയറി മാത്രമാണ്. ഇത് സത്യമാവാൻ ഒരു ചാൻസും ഇല്ലെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ. റഗ്നീറിന് തന്നെ ഇത്രയും പവറുണ്ട്. ലോക്കി തൻ്റെ ഫാദറിനെ ഡിഫീറ്റ് ചെയ്യുന്ന സമയത്ത് ലോക്കി തൻ്റെ ഡെവിൽ ഫ്രൂട്ടിൻ്റെ പവർ യൂസ് ചെയ്യുന്നില്ല, റഗ്നീറിൻ്റെ പവർ മാത്രമാണ് യൂസ് ചെയ്തത്. അതിലൂടെ മാത്രം നമുക്ക് മനസ്സിലാക്കാൻ നമ്മുടെ ലോക്കിയുടെ ഡെവിൽ ഫ്രൂട്ട് പവർ വളരെ പവർഫുൾ ആയിട്ടുള്ളതായിരിക്കും. നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്നുള്ള ആ പെയിൻറ്റിങ്ങിൽ 3 വലിയ മോൺസ്റ്റേഴ്സിനെ കാണിക്കുന്നുണ്ട്. ഒരു പക്ഷേ ആ 3 ഒന്ന് നമ്മുടെ ലോക്കിയുടേതായിരിക്കും. ഇങ്ങനെ പറയാനുള്ള കാരണം നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ള ചാപ്റ്ററിൽ ലോക്കിയുടെ ഒരു സിലോവത്ത് കാണിക്കുന്നുണ്ട്. ആ സിലോവത്തും നമ്മുടെ ഈ പെയിൻറ്റിങ്ങിലുള്ള സിലോവത്തും തമ്മിൽ ഒന്ന് മാച്ച് ആവുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഇവിടെ കാണാം. ആ സിലോവത്ത് വെച്ച് നോക്കുകയാണെങ്കിൽ അതൊരു ഡ്രാഗൺ ടൈപ്പ് ക്രീച്ചറിനെ പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരു പക്ഷേ അത് സത്യമാണെങ്കിൽ നമ്മുടെ ലോക്കിയുടെ ഡെവിൽ ഫ്രൂട്ട് പവർ അതും സെയിം ആണെങ്കിൽ നമ്മുടെ ലോക്കിയുടെ ഡെവിൽ ഫ്രൂട്ട് പവർ ഒരു ഡ്രാഗനും നമ്മൾ കണക്ഷൻ ഉണ്ടാവും. ഈ ഡ്രാഗൺ നമ്മുടെ നോർസ് മിത്തോളജി തന്നെ ഉള്ളതാണ്, പക്ഷേങ്കിൽ അതിൻ്റെ പേരെനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. അതുമാത്രമല്ല ഈ ഡ്രാഗനും ഈ സ്ക്വയറലും തമ്മിൽ ഒരു കണക്ഷനും ഉണ്ട്. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു പക്ഷേ നമ്മുടെ ലോക്കിയുടെ ഡെവിൽ ഫ്രൂട്ട് പവർ ആ ഡ്രാഗൻ്റെതായിരിക്കും. പിന്നെ നമ്മുടെ ജൊറലു അതുപോലെ തന്നെ ലോക്കിയും തന്നെ പറയുന്നുണ്ട് ഞാൻ ഈ ലോകം നശിപ്പിക്കുമെന്ന്. ഒരു പക്ഷേ ഈ ഡെവിൽ ഫ്രൂട്ടിന് അത്രമാത്രം പവർ ഉണ്ടായിരിക്കാം. അല്ലെങ്കിൽ നമ്മുടെ റോക്സ് ഒരിക്കലും നമ്മുടെ ഇമൂസാമനെ വേൾഡ് എന്ന് ഡിസ്ക്രൈബ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു പക്ഷേ നമ്മുടെ ലോക്കി ഉദ്ദേശിച്ചത് നമ്മുടെ ഇമൂസാമനെ ആവാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കനും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ സെറ്റ് ചെയ്ത് വെക്കുക. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.